ഹായ് ഹലോ നമ്മൾ കഴിഞ്ഞൊരു വീഡിയോക്കകത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മളൊരു ട്രിപ്പ് പോകുന്ന കാര്യം. സത്യം പറഞ്ഞാൽ അത് പ്രീ പ്ലാൻഡ് ഒന്നും അല്ലായിരുന്നു. പക്ഷേ ആ ഒറ്റ ദിവസം കൊണ്ട് നമ്മൾ എടുത്തൊരു തീരുമാനമായിരുന്നു കേട്ടോ. തെങ്കാശി പോകാം എന്നുള്ള പ്ലാനിലായിരുന്നു നമ്മൾ ഇരുന്നത്. പക്ഷേ പറയുന്നിടത്തല്ല ഞങ്ങളുടെ പ്ലാനൊന്നും നിൽക്കാറുള്ളത്. അതുകൊണ്ട് നേരെ ഞങ്ങൾ 2-3 സ്ഥലത്തും കൂടെ പോയിട്ടുണ്ട്. ഞാൻ വഴിയേ പറയാം. ഇന്നത്തെ ദിവസം രാവിലെ ആയിരുന്നു എനിക്ക് ട്രിപ്പൊക്കെ ഇട്ട് ഇഞ്ചക്ഷനൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ കഴിഞ്ഞ വീഡിയോ കണ്ടവർക്കാണെങ്കിൽ മനസ്സിലാവും. അപ്പോൾ അതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് ആയിട്ട് എനിക്ക് നല്ല ക്ഷീണമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഫുഡ് ഞാൻ ഉച്ചക്കത്തെ കഴിക്കാതാണ് വന്നത്. ബാക്കി എല്ലാവരും കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കരുതി എന്തെങ്കിലും ഫ്രൂട്ട്സ് എന്തെങ്കിലും മേടിക്കാമെന്ന് പറഞ്ഞ് കടയിലോട്ട് കയറിയതാണ്. അങ്ങനെ ഫ്രൂട്ട്സും സാധനങ്ങളും നമുക്ക് കുറയ്ക്കാനുള്ള ഐറ്റംസൊക്കെ മേടിച്ച് ഞങ്ങൾ നേരെ യാത്ര തിരിച്ചു. അപ്പോൾ നമ്മൾ ആദ്യം കണ്ടത് കുറച്ച് പൈനാപ്പിൾ തോട്ടം പോലില്ലേ, അതായിരുന്നു ആദ്യം കണ്ടത്. അവിടെ കുറച്ച് നേരമൊക്കെ നിർത്തി ഞങ്ങൾ അതൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്ത് അതിൻ്റെ കാര്യങ്ങളൊക്കെ കണ്ടു. ഞാൻ വീട്ടിൽ വെച്ചിട്ടുണ്ടായിരുന്നു പൈനാപ്പിൾ. അപ്പോൾ അതൊക്കെ കണ്ടപ്പോഴത്തേക്ക് എനിക്ക് അത് ഓർമ്മ വന്നു. പിന്നെ ഞങ്ങൾ പോകുന്ന വഴിക്ക് ഒരു വെള്ളച്ചാട്ടം എന്ന് പറയാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. അത് കണ്ടപ്പോഴത്തേക്കൊന്ന് നിർത്തി നമ്മൾ ജസ്റ്റ് ഒന്ന് ഇറങ്ങി നോക്കിയതാണ്. ഇവിടുന്ന് നേരെ തിരിച്ചത് നമ്മൾ തെങ്കാശി പോകണം എന്നുള്ള ഇതിലായിരുന്നു. പക്ഷേ ഞങ്ങൾ ലേറ്റായി. രാത്രി ആയതുകൊണ്ട് തെങ്കാശിയിൽ ഇറങ്ങാതെ മധുരയ്ക്ക് പോകാം എന്നുള്ള പ്ലാനിലായി. രാവിലെ നമുക്ക് മധുരയിൽ തൊഴുത് ഇറങ്ങാം എന്നുള്ള രീതിയിലായി. പിന്നെ നമ്മളൊരു ചായയൊക്കെ കുടിച്ച് നേരെ മധുരയ്ക്കാണ് പോയത്. നൈറ്റ് ആയപ്പോഴത്തേക്കും നമ്മളൊരു കടയിൽ കയറി ദോശയൊക്കെയാണ് കഴിച്ചത്. നമ്മൾ അധികം ഹെവി ഫുഡൊന്നും കഴിക്കുന്നില്ല, കാര്യം എനിക്ക് വയ്യായിരുന്നല്ലോ. എന്നാലും കുഴപ്പമില്ല, ദോശയൊക്കെയാണ് കഴിച്ചത്. അതൊന്നും വലിയ പ്രശ്നമില്ലായിരുന്നു കഴിച്ചിട്ടൊന്നും. അപ്പോഴാണ് നമ്മളിവിടെ വെച്ച് പ്ലാൻ ചെയ്തത് നമുക്ക് ഫുഡൊക്കെ കഴിച്ചിട്ട് മധുരയിൽ അടുത്ത് ആ ക്ഷേത്രത്തിൻ്റെ അടുത്ത് എവിടെയെങ്കിലും നമുക്കൊരു റൂം നോക്കാം. അതാകുമ്പോഴത്തേക്ക് രാവിലെ നമുക്ക് എണീറ്റ് സ്വസ്ഥമായിട്ട് പോയി തൊഴാലോ. കഴിഞ്ഞ വട്ടം പഴനിക്ക് പോയപ്പോഴും മധുരയിൽ പോയെങ്കിലും ശരിക്കും നന്നായിട്ട് തൊഴാനൊന്നും പറ്റിയില്ലായിരുന്നു. അന്ന് അമ്പലത്തിന് പണി നടക്കുമായിരുന്നു. ഇപ്പോഴും അവിടെ പണി നടക്കുകയാണ്. എങ്കിലും നന്നായിട്ടൊന്നും തൊഴാനൊന്നും പറ്റിയില്ലായിരുന്നു. അകത്ത് കയറിയെങ്കിലും നമുക്ക് തൊഴാൻ പറ്റിയില്ല. അങ്ങനെ ഞങ്ങളൊരു ഹോട്ടലിൽ റൂം എടുത്തിട്ടുണ്ടായിരുന്നു. അടുത്ത് തന്നെയാണ്, നമുക്ക് പെട്ടെന്ന് പോയി വരാമല്ലോ എന്നുള്ള ഇതിൽ വെച്ചിട്ടാണ്. അങ്ങനെ രാവിലെ തന്നെ ഞങ്ങൾ എഴുന്നേറ്റ് റെഡിയായി, എല്ലാവരും കുളിച്ചൊരുങ്ങി റെഡിയായി ഞങ്ങൾ നേരെ ക്ഷേത്രത്തിൽ പോയി. ഇത്തവണ എന്തായാലും കയറി തൊഴണം എന്നുള്ള ഇത് തന്നെയാണ് ഞാൻ വന്നത്. കാര്യം എന്തായാലും ഇത്രയും ദൂരം നമ്മൾ വന്നു. കഴിഞ്ഞ പ്രാവശ്യം വന്നിട്ട് എനിക്ക് നന്നായിട്ട് കയറാൻ പറ്റാത്തൊരു വിഷമം ഉണ്ടായിരുന്നു. ഇത്തവണ എന്തായാലും ആ വിഷമം മാറ്റാൻ തന്നെ തീരുമാനിച്ചു. ഞങ്ങൾ കയറി, നല്ല ക്യൂ ആയിരുന്നു. അകത്ത് നമുക്ക് ഫോൺ അലൗഡ് അല്ലാത്തതുകൊണ്ട് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. കയറി തൊഴുതു നമ്മൾ നേരെ ഈ ഒരു ഹോട്ടലായിരുന്നു നമ്മൾ സ്റ്റേ ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞങ്ങൾ അടുത്ത ഡെസ്റ്റിനേഷൻ നോക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അതിന് മുന്നായിട്ട് നമ്മൾ ഫുഡ് കഴിക്കാൻ കയറിയത് ഈ ഒരു കടയിലായിരുന്നു. നല്ലതായിരുന്നു കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. ബായ്.